എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ പറയുന്നത് ബാലാഗൗരി മന്ത്രമാണ്. ഐശ്വര്യത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മന്ത്രമാണ്. ഓം ശ്രീ നാരദ ഋഷിയാണ്. ദേവി ഗായത്രി ഛന്ദയാണ്. ശ്രീ ബാലാഗൗരിയാണ് ദേവത. മന്ത്രം രുദ്രി ഓം, രുദ്രി ഓം, രുദ്രി ഓം. ഇത് ഐശ്വര്യം പ്രദാനം ചെയ്യും. സർവഭീഷ്ട സമ്പൽ സമൃദ്ധിക്കുള്ള മന്ത്രമാണ്. അടുത്തത് സർവ സമ്പദ് സമൃദ്ധിക്ക് താരാ സപ്താക്ഷരിയാണ്. അത് ഛന്ദസ് ശക്തി. ഗായത്രി ഛന്ദയാണ്, താരാദേവതയാണ്. ധ്യാനം ശ്വേതാംബരാം ശാരദ ചന്ദ്രകാന്തിം സദ്ഭൂഷണാം ചന്ദ്ര കലാവതംസാം കർത്തൃ കപാലാന്വിത പാണിപത്മാം താരാം ത്രിനേത്രാം പ്രഭജേ അഖിലർധ്യൈ. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മൂലമന്ത്രം ഓം ത്രീം ഹ്രീം ഹും ഹ്രീം ഹും ഭൾ. അപ്പോൾ ഈ മന്ത്രം അത്രയ്ക്ക് പ്രസിദ്ധിയാർജിച്ച മന്ത്രമാണ്. ത്രിനേത്രയും ധവള വസ്ത്രധാരിണിയും ചന്ദ്രപ്രഭയോടുകൂടിയവളും സകല സർവാഭരണാരഭൂഷിണതയും കത്രിക കപാലധാരിണിയും ആയ താരയെ ദിവസവും വന്ദിക്കുന്നത് വളരെ ഫലപ്രദമാണ്. മേൽപ്പറഞ്ഞ താരാ സപ്താക്ഷരി കുറഞ്ഞത് 36 തവണയെങ്കിലും ധ്യാനസഹിതം ഉരുവിടുക. ദാരിദ്ര്യം മാറി സമൃദ്ധിയുണ്ടാകും. ഓം ഹ്രീം ത്രീം ഹും ഭൾ എന്നത് താരയുടെ പഞ്ചാക്ഷരിയും ഹ്രീം ത്രീം ഹും ഭൾ എന്നത് താരയുടെ ചതുരക്ഷരിയും ഐം ഹ്രീം ശ്രീം ക്ലീം സൗം ഉഗ്ര താരേ ഹും ഭൾ എന്നത് താരയുടെ 12 അക്ഷരിയും മന്ത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രത്യാശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.